നമസ്കാരം. വയനാട് ഉരുൾപൊട്ടലിൽ മരണം ഇപ്പോൾ 360 ദുരന്തത്തിൽ 30 കുട്ടികൾ മരിച്ചെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 146 മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത 74 മൃതദേഹം ഇന്ന് പൊതു ശ്മശാനങ്ങളിൽ സംസ്കരിക്കും. ഒരു ദുരന്തമുഖത്ത് കേരളം പ്രതികരിക്കുന്ന രീതി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് എത്തിയ വിവിധ സേനകൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും പുറമെ കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ തയ്യാറെന്ന് പറഞ്ഞ അമ്മമാർ, രക്ഷാപ്രവർത്തനത്തിന് വാഹനങ്ങൾ വിട്ടുകൊടുത്തവർ, വളർത്തു മൃഗങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്നവർ, കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കുന്നവർ, കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറാകുന്നവർ തുടങ്ങി മനുഷ്യ സ്നേഹത്തിന്റെ വിവിധ തലങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് മന്ത്രി വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കമന്റിന് മന്ത്രി തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. സുധീഷ് കോഴിക്കോട് എന്ന വ്യക്തിയാണ് കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റ് ഇട്ടിരുന്നത്. അനാഥരായി എന്ന് തോന്നുന്ന മക്കൾ ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ മാഡം? എനിക്ക് കുട്ടികളില്ല, ഞാനും ഭാര്യയും പൊന്നുപോലെ നോക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി മറുപടി നൽകുകയും ചെയ്യുകയായിരുന്നു. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടു. വയനാട്ടിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനിടെ ഇത് ശ്രദ്ധയിലേക്ക് വന്നിരുന്നില്ല. പ്രിയപ്പെട്ട സുധി, അങ്ങയുടെ നല്ല മനസ്സിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. വേദന പൂർണ്ണമായും മനസ്സിലാക്കുന്നു. അങ്ങയുടെ വാക്കുകൾ കണ്ണു നനയിക്കുന്നതാണ്. അങ്ങേക്കും വൈഫിനും സ്നേഹാദരവുകൾ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമം 2015 പ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഫോസ്റ്റർ കെയറും ദത്തെടുക്കലുമെല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നത്. CARA സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കഴിയുന്നത്. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിനും നൽകുന്നുണ്ട്. അതും കുട്ടിയുടെ ഉത്തമ താല്പര്യം മുൻനിർത്തിയാണ് ചെയ്യേണ്ടത്. CARAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ സംരക്ഷണയിൽ നിലവിലുള്ള ഏതൊരു കുഞ്ഞിന്റെയും ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ സുധിക്കും പങ്കുചേരാൻ കഴിയും. സുധിയെ പോലെ പലരും ഇതേ ആവശ്യവുമായി വനിതാ ശിശു വികസന വകുപ്പിനെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അവർക്കായി കൂടിയാണ് ഇതിവിടെ എഴുതുന്നത് എന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ ദുരന്തമുഖത്തിൽ കേരളം ഒത്തൊരുമയോടെ നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷകരമായ കാര്യമാണ്. ഇതും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.